നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 6 മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കളി അടക്കം 3 കളികളേ ഉള്ളൂ. പല ടീമുകൾക്കും മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമല്ലാത്ത സ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പോരാട്ടം കനക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ FC ബാഴ്സലോണ അതിനിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. എതിരാളികൾ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടാണ്. അതുപോലെ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പോരാട്ടം അങ്ങ് മിലാനിൽ നടക്കുന്നുണ്ട്. ഇൻ്റർ മിലാനും ലിവർപൂളും തമ്മിൽ. UCLൻ്റെ കാര്യത്തിനപ്പുറം സ്ലോട്ടിൻ്റെ നിലനിൽപ്പ് ഈ കളിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ക്ലബ്ബുകൾ. ഇപ്പോൾ റയലിന് നാളെയാണ് കളി, പക്ഷേ കോച്ചിൻ്റെ കാര്യം എന്താകും എന്നൊക്കെ തീരുമാനമാവും റയലും സിറ്റിയും തമ്മിലുള്ള നാളത്തെ കളിയോടുകൂടി ഏതാണ്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട സമയത്താണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ നോക്കുകയാണ് ഏതൊക്കെ ടീമുകൾ ഇന്ന് കളിക്കാനിറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് കൈറാത്തും ഒളിമ്പിയാക്കോസും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. രാത്രി 11:15 ബയേൺ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ സ്പോർട്ടിംഗ് ആണ്. 1:30 ചില വമ്പൻ പോരാട്ടങ്ങളുള്ളത്. അറ്റ്ലാന്റ ചെൽസിയുമായിട്ട് ഏറ്റുമുട്ടുന്നു. മൊനാക്കോ ഗലറ്റസരായുമായിട്ട് ഏറ്റുമുട്ടുന്നു. യൂണിയൻ SG മാഴ്സയുമായിട്ട് ഏറ്റുമുട്ടുന്നു. PSV ഐന്തോവൻ്റെ മൈതാനത്ത് പോയി അത്ലറ്റിക്കോ മാഡ്രിഡ് അവരെ നേരിടുന്നുണ്ട്. ക്യാമ്പ് നൗവിൽ ബാഴ്സലോണ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടുമായിട്ട് കളിക്കുന്നു. മിലാൻ്റെ മൈതാനത്ത് ഇൻ്റർ മിലാനെതിരെ ലിവർപൂൾ കളിക്കുന്നു. ടോട്ടൻഹാം ഹോട്ട്സ്പറും സ്ലാവിയ പ്രാഹയും തമ്മിൽ കളിക്കുന്നു. ഈ കളികളൊക്കെ രാത്രി ഇന്ത്യൻ സമയം 1:30 ഒന്നിച്ചൊരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഏത് കളി കാണും എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ഉണ്ടാകും. ഇപ്പം എന്താ സ്ഥിതി? 5 റൗണ്ട് കഴിയുമ്പോൾ 1-ാം സ്ഥാനത്ത് പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ തന്നെ നിലനിർത്തി പോകുന്ന ഒറ്റ ടീമേ ഉള്ളൂ. അത് ആഴ്സണലാണ്. 5 കളി 5ഉം ജയിച്ചു 15 പോയിൻ്റോടെ അവർ 1-ാമത് നിൽക്കുമ്പോൾ PSG-ക്കും ബയേണിനും ഇൻ്ററിനും റയലിനും 12 വീതം പോയിൻ്റുകളാണ്. യഥാക്രമം അവർ 2, 3, 4, 5 പൊസിഷനുകളിൽ നിൽക്കുകയാണ്. ഡോട്ട്മുണ്ടിനും ചെൽസിക്കും സ്പോർട്ടിങ്ങിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും അറ്റ്ലാന്റയ്ക്കും 10 വീതം പോയിൻ്റുകളാണ്. യഥാക്രമം അവർ 6, 7, 8, 9, 10 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. പിന്നെ ന്യൂക്യാസിലിനും അത്ലറ്റിക്കോ മാഡ്രിഡിനും ലിവർപൂളിനും ഗലറ്റസരായിക്കും 9 വീതം പോയിൻ്റുകളാണ്. യഥാക്രമം അവർ 11, 12, 13, 14 സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ PSV ഐന്തോവനും ടോട്ടൻഹാമിനും ബയർ ലെവർക്യൂസനും 8 വീതം പോയിൻ്റുകളാണ്. യഥാക്രമം അവർ 15, 16, 17 സ്ഥാനത്ത് നിൽക്കുന്നു. അതും കഴിഞ്ഞിട്ടാണ് FC ബാഴ്സലോണയുടെ സ്ഥാനം. 5 കളികളിൽ 2 മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ. 1 സമനിലയും 2 പരാജയങ്ങളും. 7 പോയിൻ്റ് 18-ാം സ്ഥാനത്ത്. ബാഴ്സയ്ക്ക് മുന്നേറിയേ പറ്റൂ. സാധിക്കുമോ ഈ മത്സരത്തിൽ? കാത്തിരുന്ന് കാണാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ക്യാമ്പ് നൗവിലാണ് പോരാട്ടം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.